നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുന്നു. തുടർ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. നടപടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, കെ രാജൻ MLA ഉൾപ്പെടെയുള്ളവർ നൽകിയ പരാതിയിൽ. ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടിലെന്ന് ഹൈക്കോടതി. ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ദേവന്റേതാണെന്നും പരാമർശം. സംസ്ഥാനത്തെ വാഹന മോഡിഫിക്കേഷനിൽ വരുത്തേണ്ട മാറ്റങ്ങളിൽ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ പൊതുജനങ്ങൾക്ക് സൗകര്യമൊരുക്കി മോട്ടോർ വാഹന വകുപ്പ്. അഭിപ്രായം അറിയിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഓൺലൈൻ സർവേ തുടങ്ങി. പ്രിയദർശിനി സർവീസുകളിൽ തട്ടിപ്പ് കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ ഉടൻ സസ്പെൻഷൻ നടപടി സ്വീകരിക്കും. ഓർഡിനറി ബസ്സുകൾ പരിശോധിക്കാൻ വിജിലൻസ് സ്ക്വാഡിന് നിർദ്ദേശം നൽകി KSRTC CMD. കോടശ്ശേരി വെട്ടിക്കുഴിയിലെ വീട്ടുപറമ്പിൽ വനപാലകർ ഒരുക്കിയിരുന്ന കെണിക്കൂടിൽ പുലി കുടുങ്ങി. മുഖത്ത് പരിക്കേറ്റ പുലി ചികിത്സയിൽ. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. നഗരസഭാ സെക്രട്ടറി KK മനോജിന്റെ ബാങ്ക് അക്കൌണ്ടിൽ വിജിലൻസ് 21.5 ലക്ഷം രൂപ കണ്ടെത്തിയ സംഭവത്തിലായിരുന്നു പ്രതിഷേധം. അനാവശ്യ സമരമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ. തൃക്കൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി ഭവനരഹിതർക്ക് സർക്കാർ അനുവദിച്ച 50ഓളം വീടുകൾ കാട് മൂടി നശിക്കുന്നു. ഇഴജന്തുക്കളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും ശല്യം മൂലം പ്രദേശവാസികൾ ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടന്ന പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുന്നു. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ നൽകിയ കത്ത് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകി. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 5000ഓളം പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. രാഹുൽ ഗാന്ധിക്കൊപ്പം ഡൽഹിയിലെ പ്രതിഷേധത്തിൽ അണിനിരന്നയാളാണ് മുഖ്യമന്ത്രി എന്നിരിക്കെ കേരള സർക്കാർ ഇത്തരത്തിൽ കേസെടുത്തത് ഔചിത്യപരമല്ലെന്നും അദ്ദേഹം കത്തിൽ ഓർമ്മിപ്പിച്ചു. വിഷയത്തിൽ CPI നിയമസഭാ കക്ഷി നേതാവ് കെ രാജനും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടിലെന്ന് ഹൈക്കോടതി. കണക്കുകൾ സൂക്ഷിക്കാൻ ദേവസ്വം കാര്യമായി ഒന്നും ചെയ്യുന്നില്ലെന്നും ദേവസ്വം ബെഞ്ച് വിമർശിച്ചു. ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ദേവന്റേതാണെന്നും കമ്മിറ്റി വെറും ഭരണപരമായ ട്രസ്റ്റി മാത്രമാണെന്നും ഓർമ്മിപ്പിച്ച ഹൈക്കോടതി 2022-23 ഓഡിറ്റ് റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം പുറത്തുവിടണമെന്നും നിർദ്ദേശിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിലെ ഡിജിറ്റൽ പണമിടപാടുകളിലെ വീഴ്ച സംബന്ധിച്ച വിഷയം പരിഗണിച്ചപ്പോഴാണ് കണക്കുകൾ പൂർണ്ണമായി ഓഡിറ്റിന് നൽകാത്തതിൽ ഹൈക്കോടതി വിമർശനമുന്നയിച്ചത്. എല്ലാ മാസാവസാനവും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ വരവ് ചെലവ് കണക്കുകൾ തയ്യാറാക്കി കമ്മിറ്റി അംഗീകാരത്തിന് നൽകണം. എല്ലാ വർഷവും ജൂൺ 30 മുൻപ് ദേവസ്വത്തിലെ സ്വർണ്ണമടക്കമുള്ള വസ്തുക്കളുടെ മൂല്യനിർണ്ണയം നടത്തണം. നിയമാനുസൃതമായ കാര്യങ്ങൾക്ക് മാത്രമേ ദേവസ്വം പണം ചെലവാക്കാൻ പാടുള്ളൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്തെ വാഹന മോഡിഫിക്കേഷനിൽ വരുത്തേണ്ട മാറ്റങ്ങളിൽ പൊതുജനങ്ങൾക്കും നിർദ്ദേശങ്ങൾ അറിയിക്കാം. ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് ഓൺലൈൻ സർവേ തുടങ്ങി. സുരക്ഷയെ ബാധിക്കാത്ത തരത്തിൽ വാഹനങ്ങൾ മോഡിഫിക്കേഷൻ നടത്താമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. തുടർ നടപടിയായാണ് മോട്ടോർ വാഹന വകുപ്പ് സർവേ തുടങ്ങിയിരിക്കുന്നത്. ജനങ്ങളുടെ നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും ആശങ്കകളും ക്ഷണിക്കുകയും അവയുടെ നിയമസാധുതകൾ പരിശോധിക്കുകയുമാണ് ലക്ഷ്യം. റോഡ് സുരക്ഷയും പരിസ്ഥിതി മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ വാഹനപ്രേമികൾക്ക് അനുയോജ്യമായ നയരേഖ രൂപീകരിക്കാൻ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഗൂഗിൾ ഫോം വഴിയുള്ള സർവേ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. സർവേയിൽ പങ്കെടുക്കുന്നവർ വ്യക്തിവിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം തങ്ങൾ ആഗ്രഹിക്കുന്ന വാഹന മോഡിഫിക്കേഷനെക്കുറിച്ച് അഭിപ്രായം അറിയിക്കാം. വാഹനത്തിന്റെ ബോഡിയിലെ മാറ്റങ്ങൾ, എഞ്ചിൻ മോഡിഫിക്കേഷൻ, ബ്രേക്ക് സിസ്റ്റത്തിലെ മാറ്റങ്ങൾ, അധിക ലൈറ്റുകൾ, ഓഡിയോ സംവിധാനങ്ങൾ തുടങ്ങി 9 വിഭാഗങ്ങളിലായാണ് അഭിപ്രായം തേടുന്നത്. പട്ടികയിൽ ഉൾപ്പെടാത്ത മറ്റ് നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അവസരമുണ്ട്. മോഡിഫിക്കേഷൻ ഏതു തരത്തിലുള്ള റോഡുകളിൽ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇത്തരം മാറ്റങ്ങൾ വാഹനത്തിന്റെ സുരക്ഷയെയോ ഇൻഷുറൻസ് പരിരക്ഷയോ ബാധിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കും സർവേയിൽ മറുപടി നൽകണം. മോഡിഫിക്കേഷൻ അനുവദിക്കുന്നതിന് പ്രത്യേക ഫീസ് ഈടാക്കുന്നതിനെക്കുറിച്ചും അതിനായി പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും വാഹന ഉടമകളുടെ അഭിപ്രായം വകുപ്പ് തേടുന്നുണ്ട്. 10 ദിവസത്തേക്കാണ് സർവേ നടത്തുക. സർവേയിൽ ലഭിക്കുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിശോധിച്ച ശേഷം ഗതാഗത കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സമിതി ശുപാർശ തയ്യാറാക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാനത്തെ വാഹന മോഡിഫിക്കേഷൻ സംബന്ധിച്ച അന്തിമ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ ഉത്തരവായി പുറത്തിറക്കുക. ന്യൂസ് ഡെസ്ക് TCV.
പ്രിയദർശിനി സർവീസുകളിൽ തട്ടിപ്പ് കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ ഉടൻ സസ്പെൻഷൻ നടപടി സ്വീകരിക്കാൻ KSRTC CMD നിർദ്ദേശം നൽകി. പരമാവധി ഓർഡിനറി ബസ്സുകൾ പരിശോധിക്കാൻ വിജിലൻസ് സ്ക്വാഡുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പ്രിയദർശിനി സർവീസുകളിലെ യാത്രക്കാരുടെ എണ്ണവും കളക്ഷനും ഓരോ ഡിപ്പോയും അതത് ദിവസം പ്രത്യേകം രജിസ്റ്ററിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം. ടിക്കറ്റുകളുടെ എണ്ണവും ആകെ ടിക്കറ്റ് നിരക്കും എല്ലാ ദിവസവും രേഖപ്പെടുത്തണമെന്ന് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. രേഖപ്പെടുത്തിയ വിവരങ്ങൾ ടിക്കറ്റ് ആൻഡ് ക്യാഷ് സൂപ്രണ്ടും ഓഡിറ്റ് സൂപ്രണ്ടും പരിശോധിച്ച് ഒപ്പുവയ്ക്കണം. പ്രതിദിന കളക്ഷൻ രേഖപ്പെടുത്തുന്ന സീഡിറ്റ് പ്രോഗ്രാമിലും വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണം. ഇതിൽ വീഴ്ച വരുത്തുന്നവരിൽ നിന്ന് പിഴ ഈടാക്കുന്നതിനൊപ്പം അച്ചടക്ക നടപടിയും സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. പരമാവധി ഓർഡിനറി ബസ്സുകൾ പരിശോധിക്കാൻ വിജിലൻസ് സ്ക്വാഡുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അതേസമയം പ്രിയദർശിനി സൗജന്യയാത്രാ പദ്ധതി ഉപയോഗിക്കുന്ന വനിതകൾക്ക് പ്രത്യേകം കാർഡ് നൽകുന്നത് പരിഗണനയിൽ. പദ്ധതി ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കാനും ചില ജീവനക്കാർ ഒന്നിലേറെ ടിക്കറ്റുകൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുമാണ് കാർഡ് നൽകാൻ ആലോചിക്കുന്നത്. ദൂരേക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് ഇടയ്ക്ക് യാത്ര അവസാനിപ്പിക്കുന്നതുൾപ്പെടെ ഒട്ടേറെ പരാതികൾ ഗതാഗത വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. പദ്ധതി നിരീക്ഷിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കാർഡ് അത്യാവശ്യമാണെന്നാണ് അഭിപ്രായം. എന്നാൽ സൗജന്യയാത്രയ്ക്ക് കാർഡുകൾ ഏർപ്പെടുത്തണമെങ്കിൽ കടമ്പകളേറെയാണ്. ദിവസവും 12 ലക്ഷത്തിലേറെ സ്ത്രീകളാണ് സൗജന്യ യാത്ര ചെയ്യുന്നത്. ഇവർക്കെല്ലാം കാർഡ് നൽകേണ്ടി വരുമ്പോഴുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചും സർക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. കോടശ്ശേരി വെട്ടിക്കുഴിയിലെ വീട്ടുപറമ്പിൽ വനപാലകർ ഒരുക്കിയിരുന്ന കെണിക്കൂടിൽ പുലി കുടുങ്ങി. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിന് ശേഷം 3 വയസ്സുള്ള പെൺപുലിയെ പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി. മുഖത്ത് പരിക്കേറ്റ പുലിയെ ചികിത്സയ്ക്ക് ശേഷം കാരിക്കടവ് വനമേഖലയിലേക്ക് കൊണ്ടുപോകുമെന്ന് ചാലക്കുടി DFO M. വെങ്കിടേശ്വരൻ പറഞ്ഞു. വെട്ടിക്കുഴി പണ്ടാരമ്പാറ പ്രദേശത്തെ ചക്കാലക്കൽ റോയിയുടെ വീട്ടുപറമ്പിൽ വെച്ചിരുന്ന കൂട്ടിലാണ് പുലി അകപ്പെട്ടത്. 1.5 മാസം മുൻപാണ് റോയിയുടെ വീട്ടുപറമ്പിൽ കെണിക്കൂട് സ്ഥാപിച്ചത്. ഇയാളുടെ വീടിന് തൊട്ടരികിലെ കോഴിക്കൂട്ടിൽ കടന്ന പുലി ഏതാനും കോഴികളെ വകവരുത്തിയിരുന്നു. അന്ന് രാത്രി പുറത്തിറങ്ങി നോക്കിയ റോയ് കോഴിക്കൂട്ടിൽ നിന്നിരുന്ന പുലിയെ കണ്ടു. അതിനു മുൻപ് ഇയാളുടെ വളർത്തുനായയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. പുലിശല്യം രൂക്ഷമായതോടെയാണ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം കെണിക്കൂട് സ്ഥാപിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 5 മണിയോടെയാണ് കൂട്ടിൽ പുലി അകപ്പെട്ട വിവരം ചക്കാലക്കൽ റോയി അറിഞ്ഞത്. പിന്നീട് നാട്ടുകാരും സ്ഥലത്തെത്തി. ഇതിനിടെ കൂട്ടിൽ കിടന്ന് പലവട്ടം മുന്നോട്ടാഞ്ഞ പുലിയുടെ മുഖത്ത് കമ്പികൾ കൊണ്ട് ചെറിയ മുറിവും സംഭവിച്ചു. ആളുകളുടെ എണ്ണം കൂടിയപ്പോൾ കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഷീറ്റ് ഉപയോഗിച്ച് കൂട് മറച്ചു. കോടനാട് ആന സംരക്ഷണ കേന്ദ്രത്തിലെ ഡോക്ടർ മിഥുൻ സ്ഥലത്തെത്തി പുലിയെ നിരീക്ഷിച്ചു. TCV ചാലക്കുടി. കുന്നംകുളം നഗരസഭാ സെക്രട്ടറി KK മനോജിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വിജിലൻസ് 21.5 ലക്ഷം രൂപ കണ്ടെത്തിയ സംഭവത്തിൽ അടിയന്തര കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. കുറ്റവിമുക്തനാകുന്നതുവരെ സെക്രട്ടറിയെ കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് BJP അംഗങ്ങൾ രംഗത്തെത്തിയതോടെ യോഗം ബഹളത്തിൽ കലാശിച്ചു. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് സെക്രട്ടറിയുടെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നതായി കണ്ടെത്തിയത്. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ കോൺഗ്രസ് BJP അംഗങ്ങൾ നടത്തിയ സമരത്തിനെതിരെ നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ രംഗത്തെത്തി. ദൃശ്യമാധ്യമ വാർത്തകളുടെ ചുവട് പിടിച്ചാണ് പ്രതിപക്ഷം അനാവശ്യ സമരവുമായി രംഗത്തിറങ്ങിയതെന്ന് ചെയർപേഴ്സൺ പ്രസ്താവനയിൽ പറഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് ഔദ്യോഗികമായി യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ല. ഒരു ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ പണം കണ്ടെത്തി എന്നതുകൊണ്ട് മാത്രം അത് കുറ്റമാകില്ല. ആ തുക തെറ്റായ വഴിയിലൂടെ സമ്പാദിച്ചതാണോ എന്ന് കണ്ടെത്തേണ്ടത് അന്വേഷണ ഏജൻസികളാണെന്നും സൗമ്യ അനിലൻ പറഞ്ഞു. ഇടവേള. അറിഞ്ഞു ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 days ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടൂ 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Discover la Vraicote, la crème de la fraîcheur. French Diary Ice Creams, a taste factory. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം.
ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. തൃക്കൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി ഭവനരഹിതർക്ക് സർക്കാർ അനുവദിച്ച 50ഓളം വീടുകൾ കാടുമൂടി നശിക്കുന്നു. ഭവനരഹിതരുടെ അപേക്ഷ പ്രകാരം ദരിദ്ര കുടുംബങ്ങൾക്കാണ് സർക്കാർ ഭൂമി വാങ്ങുന്നതിനും വീട് പണിയുന്നതിനും ധനസഹായം നൽകിയത്. തൃശൂർ കോർപ്പറേഷൻ പ്രത്യേക പദ്ധതി പ്രകാരം അതിദരിദ്രർക്ക് നൽകിയ വീടുകളും ഇതിൽ ഉൾപ്പെടുന്നു. നിരവധി വീടുകൾ തറപ്പണി മാത്രം കഴിഞ്ഞതാണ്. ചുമർപ്പണി പൂർത്തിയായതും മേൽക്കൂര വാർത്തു കഴിഞ്ഞവയുമാണ് ചിലത്. അനുവദിച്ചു കിട്ടിയിട്ടും ഉപേക്ഷിക്കപ്പെട്ട ഭൂമിയും ഇതിലുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും വീട് പണി പൂർത്തിയാകാതെ കാടുപിടിച്ച സ്ഥലത്ത് ഇഴജന്തുക്കളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും ശല്യം പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. അനുവദിച്ച വീടും സ്ഥലവും വാസയോഗ്യമാക്കുക മാത്രമേ ഗുണഭോക്താക്കൾക്ക് ചെയ്യാനാകൂ. ഇവ കൈമാറ്റം ചെയ്യാനോ ക്രയവിക്രയം ചെയ്യാനോ കഴിയില്ല. പഞ്ചായത്തിൽ ലൈഫ് പദ്ധതി പ്രകാരം 120 അപേക്ഷകളാണ് ഭൂമി വാങ്ങുന്നതിന് പണമില്ലാത്തതിന്റെ പേരിൽ പരിഗണിക്കാതെ കിടക്കുന്നത്. ഈ പട്ടിക പൂർത്തീകരിച്ച ശേഷമേ ലൈഫ് പദ്ധതിയിൽ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുകയുള്ളൂ. നേരത്തെ അനുവദിച്ച വീടും സ്ഥലവും തിരികെ നൽകാൻ തയ്യാറായ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും ഭൂമി തിരിച്ചെടുത്ത് ആവശ്യക്കാർക്ക് നൽകുന്നതും നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമാകുമെന്ന് പഞ്ചായത്ത് അംഗം പ്രിയബരൻ ചുണ്ടേലിപ്പറമ്പിൽ പറഞ്ഞു. ഭവനരഹിതർക്കും ഭൂരഹിതർക്കും സർക്കാർ ധനസഹായത്തിന് വർഷങ്ങൾക്ക് മുന്നിൽ ലഭിച്ചിട്ടും പണി പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ്. നമുക്കറിയാം, ഒട്ടനവധി ആളുകളാണ് വാടക കെട്ടിടത്തിനും വീടിനു വേണ്ടി നിരന്തരം ഗ്രാമപഞ്ചായത്തിനെ ആശ്രയിച്ചുകൊണ്ട് സർക്കാരിനെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ അർഹതപ്പെട്ട ആളുകൾക്ക് വർഷങ്ങളായി കൊടുത്തിട്ടും അത് വേണ്ടുന്ന രീതിയിൽ ഉപയോഗിക്കാതെ കാട് പിടിച്ച് നശിച്ച നിലയിൽ നിലനിൽക്കുമ്പോൾ ഇത്തരം ഭൂമികളോ വീടോ ക്രയവിക്രയം ചെയ്യുവാനോ കച്ചവടം നടത്താനോ പറ്റില്ല എന്നുള്ള ഒരു ക്ലോസും കൂടെ അതിൽ വെച്ചുകൊണ്ടാണ് സർക്കാർ ഇവർക്ക് കൈമാറ്റം നടത്തിയിരിക്കുന്നത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും വീടുപണി പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചത് കൃത്യമായി സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് അർഹതപ്പെട്ട ഒട്ടനവധി ആളുകളുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനായിട്ട് സർക്കാർ ഇതിൽ ഇടപെടണം. ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും പ്രിയബരൻ നിവേദനം നൽകി. TCV പുതുക്കാട്. കുറ്റിപ്പുറം ബസ് അപകടം. മോട്ടോർ വാഹന വകുപ്പിനെ പഴിച്ച് സ്വകാര്യ ബസ് ഉടമകൾ. കഴിഞ്ഞ ദിവസം കുറ്റിപ്പുറത്ത് ബസ് അപകടമുണ്ടായിടത്താണ് TCV വാർത്താ സംഘം നിൽക്കുന്നത്. പശ്ചാത്തലത്തിൽ നമുക്ക് ബോർഡ് കാണാം. ഗുരുവായൂരിലേക്കും തൃശ്ശൂരിലേക്കുമുള്ള ബോർഡ്. തൊട്ടപ്പുറത്ത് വെളിപ്പാടകലെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ഇനി ആ അപകടം സംഭവിച്ച ബസ് ക്രെയിൻ ഉപയോഗിച്ച് മാറ്റിയിട്ടിരിക്കുന്നു. അമിത വേഗത്തിലായിരുന്ന ബസ് മഴയുണ്ടായിരുന്നു. ബ്രേക്ക് ചവിട്ടിയപ്പോൾ തെന്നി മറിയുകയായിരുന്നു. ഒരു ഡിവൈഡറിലേക്ക് മറിഞ്ഞ് ബസ് പാതിയായി മുറിഞ്ഞു. ജീവൻ നഷ്ടപ്പെട്ടു. ഒരുപാട് പേർക്ക് പരിക്കേറ്റു. ഇപ്പോഴും അപകട കാരണം അന്വേഷിക്കുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മഴയാണ്, ഹൈഡ്രോപ്ലെയിനിങ്, അതായത് ടയറിനടിയിൽ ജലപാളി രൂപപ്പെട്ടിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. കാരണം സ്വകാര്യ ബസ്സുകളിൽ ഉൾപ്പെടെ ലഹരി ഉപയോഗിക്കുകയും മൊബൈൽ ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ച പരാതികൾ ഉയരുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടക്കട്ടെ. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും അതിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ സംയുക്തമായി തന്നെ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നെല്ലാം അന്വേഷിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയമുണ്ട്. തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ തന്നെയാണത്. ഈ കുറ്റിപ്പുറത്തുണ്ടായത് ഒറ്റപ്പെട്ടൊരു അപകടം മാത്രമല്ല, വലിയ രീതിയിലുള്ള അപകടങ്ങൾ തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിലുണ്ടാകുന്നുണ്ട്. വലിയ വേഗതയിൽ മറ്റ് കാറുകൾക്കായാലും ബൈക്കുകൾക്കായാലും ഒന്നും വഴി കൊടുക്കാതെ പായേണ്ടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബസ് ഉടമസ്ഥരോടും ബസ് ജീവനക്കാരോടും TCV വാർത്താ സംഘം സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് പ്രധാന കാരണം മോട്ടോർ വാഹന വകുപ്പ് തന്നെയാണെന്നാണ്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സമയം രൂപീകരിച്ചിട്ടുള്ളത്. ഓരോ പോയിന്റുകളിൽ നിന്ന് മറ്റ് പോയിന്റുകളിലേക്കുള്ള സമയം രൂപീകരിച്ചിട്ടുള്ളത്. അവർ പറയുന്നു 1 കിലോമീറ്ററിന് 1.5 മിനിറ്റാണ് നൽകുന്നതെന്ന്. അതായത് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് 24 കിലോമീറ്റർ ഉണ്ടെങ്കിൽ 36 മിനിറ്റുകൾ കൊണ്ട് ഓടിയെത്തേണ്ട ഒരു ഗതികേട് സ്വകാര്യ ബസ്സുകൾക്കുണ്ട് എന്ന് ബസ് ഉടമകൾ പറയുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, തൃശ്ശൂർ സെക്ടൻ സ്റ്റാൻഡിൽ നിന്ന് പൂങ്കുന്നം വരെ എത്തണമെങ്കിൽ പോലും 20 മിനിറ്റ് സമയം സ്വകാര്യ ബസ്സുകൾക്ക് എടുക്കും. കാരണം അത്രയേറെ ബ്ലോക്കുണ്ട്. ബാക്കി 16 മിനിറ്റുകൾ കൊണ്ട് വേണം പൂങ്കുന്നത്ത് നിന്ന് കുന്നംകുളത്തേക്ക് ഓടിയെത്താൻ. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അമിത വേഗം എടുക്കാതിരിക്കുക എന്നാണ് അവർ പറയുന്നത്.
അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഇടത്ത് തന്നെയാണ് ഇവിടെയാണ് അപകടം സംഭവിച്ചത്. ആ ഇറക്കമിറങ്ങിയായിരുന്നു ഡിഫൻഡർ എന്ന ബസ്. കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് വരികയായിരുന്ന ഡിഫൻഡർ എന്ന ബസ് വന്നിരുന്നത്. അവിടെ വെച്ച് ബ്രേക്ക് ചവിട്ടി മറിഞ്ഞ് ഈ ഡിവൈഡറിന് മുന്നിലേക്കാണ് മറിഞ്ഞത്. ആ ബസ്സിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്കവിടെ കാണാം. ആഷിഖ് ആ ദൃശ്യങ്ങളിലേക്ക് തൃശ്ശൂർ എന്ന ബോർഡ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബസ്സുകളുടെ കോഴിക്കോട് എന്ന ബോർഡും കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ആ ബസ്സിൻ്റെ അവശിഷ്ടങ്ങൾ നിരവധിയായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഒരു ഒറ്റപ്പെട്ട അപകടമായി മാറ്റി നിർത്താതെ കൃത്യമായ പഠനം തന്നെ വേണം. പ്രത്യേകിച്ച് ഈ സ്വകാര്യ ബസ്സുകൾക്ക് അനുവദിച്ച സമയത്തെക്കുറിച്ച്. അല്ലെങ്കിൽ ഇനിയും ധാരാളം അപകടങ്ങൾ കുറ്റിപ്പുറത്ത് മാത്രമല്ല തൃശ്ശൂർ കോഴിക്കോട് റൂട്ടിൽ ഇനിയും അനവധി അപകടങ്ങൾക്ക് കാരണമാകും. എന്തായാലും ഉദ്യോഗസ്ഥർ ഇത് കണ്ടെങ്കിലും പഠിക്കട്ടെ, മാറ്റമുണ്ടാവട്ടെ. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. റോഡപകടത്തിൽ ഇരുചക്രവാഹനത്തിന്റെ പിന്നിലിടുന്ന ആളുകൾക്ക് പരിക്കേറ്റതിനെ തുടർന്നുണ്ടായ നഷ്ടപരിഹാര തുക വെട്ടിക്കുറയ്ക്കാനാകില്ലെന്ന് ഹൈക്കോടതി. അപകട കാരണം വാഹനം ഓടിച്ചയാളുടെ അശ്രദ്ധയാണെങ്കിൽ പോലും പിൻസീറ്റിലിരിക്കുന്നയാളിന്റെ നഷ്ടപരിഹാരം കുറയ്ക്കാനാവില്ലെന്നാണ് കോടതിയുടെ വിശദീകരണം. ഇരുചക്രവാഹനം ഓടിച്ചയാളുടെ അശ്രദ്ധയ്ക്ക് നിരപരാധിയായ യാത്രികനെ കുറ്റക്കാരനാക്കാനോ ഉത്തരവാദിയാക്കാനോ കഴിയില്ലെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ നിരീക്ഷിച്ചു. സഞ്ചരിച്ചിരുന്ന ബൈക്ക് ബസ്സുമായി കൂട്ടിയിടിച്ച് പരിക്കേറ്റ സന്തോഷ് എന്നയാൾ നൽകിയ അപ്പീൽ അനുവദിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. പോളിസി ചേരുമ്പോൾ രക്തസമ്മർദ്ദവും പ്രമേഹവും മറച്ചുവെച്ചുവെന്ന് പറഞ്ഞ് ഹൃദയ ചികിത്സയുടെ ക്ലെയിം നിഷേധിച്ചതിനെതിരെ ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് അനുകൂല വിധി. വിയ്യൂർ സ്വദേശി പുളിപ്പറമ്പിൽ വീട്ടിൽ സുധാകരൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂരിലെ നാഷണൽ ഇൻഷുറൻസ് കമ്പനി മാനേജർക്കെതിരെ വിധിയായത്. ഹർജിക്കാരന് ഇൻഷുറൻസ് കമ്പനി 2 ലക്ഷം രൂപയും പലിശയും നൽകാൻ തൃശൂർ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടു. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. ചാവക്കാട് ഒരുമനയൂർ 3-ാം കല്ല് ഫെറി റോഡിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന പലഹാര നിർമ്മാണ ശാലയിൽ നിന്ന് പുഴുവരിച്ച നിലയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി. അജുവ സ്നാക്സ് എന്ന സ്ഥാപനത്തിലാണ് പരിശോധന നടന്നത്. ഒരുമനയൂർ സ്വദേശി മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ഒരുമനയൂർ പഞ്ചായത്ത് വിജിലൻസ് സ്ക്വാഡ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ചാക്കിൽ കെട്ടിസൂക്ഷിച്ച നിലയിൽ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയത്. ദുർഗന്ധം വമിക്കുന്ന 2 ചാക്ക് സമൂസ ലീഫുകളും പിടിച്ചെടുത്തു. ഹെൽത്ത് കാർഡ്, സാനിറ്ററി സർട്ടിഫിക്കറ്റ്, ജലപരിശോധനാ റിപ്പോർട്ട് തുടങ്ങിയവ ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. സ്ഥാപനത്തിനെതിരെ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രി വളപ്പിൽ അതിഥി തൊഴിലാളിക്ക് കുത്തേറ്റു. കൊൽക്കത്ത സ്വദേശി ധനേശ്വർ ബ്രഹ്മിനാണ് കുത്തേറ്റത്. ഹാൻഡ്സ് ചോദിച്ചത് നൽകാത്തതിലുള്ള വൈരാഗ്യത്തിലാണ് മറ്റൊരു അതിഥി തൊഴിലാളി ധനേശ്വറിനെ കുത്തിയത്. പരിക്കേറ്റയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അത്താണി സെന്ററിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ ഇതര സംസ്ഥാന തൊഴിലാളി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശി SK ബുൾബുളിനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ VJ ജോയിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ടായിരുന്നു പരിശോധന. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ്, TK കണ്ണൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ JO ജെറിൻ, V തൗഫീഖ് എന്നിവരും കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിൽ തിരുവള്ളൂർ ശിവക്ഷേത്രത്തിലെ മോഷണ മുതലുകൾ വാങ്ങിയ ആക്രി കടക്കാരൻ അറസ്റ്റിൽ. മോഷണ മുതലുകൾ അമിത ലാഭത്തിനായി വാങ്ങി സൂക്ഷിച്ചതിന് മാള കോട്ടമുറി സ്വദേശി അലിയെ ആണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 21-നാണ് തിരുവള്ളൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ഓട്ടുവിളക്കുകളും ചെമ്പ് കുടങ്ങളും അടക്കം 2 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷ്ടാവ് കവർന്നത്. കൊടുങ്ങല്ലൂർ DYSP പ്രമോദ്, SIമാരായ അതുൽ മോഹൻ, ജാക്സൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ.
ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വാർത്തകളിലേക്ക് വീണ്ടും. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ എണ്ണപ്പനത്തോട്ടത്തിൽ പിടിയാനയുടെ ജഡം കണ്ടെത്തി. അതിരപ്പള്ളി ഡിവിഷൻ 16 ബ്ലോക്കിലാണ് പിടിയാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഏകദേശം 15 വയസ്സ് പ്രായം തോന്നിക്കും. വാഴച്ചാൽ DFO അടക്കമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ബുധനാഴ്ച പോസ്റ്റ്മോർട്ടം നടക്കും. കൊരട്ടിക്കരയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. തിരുവനന്തപുരത്ത് നിന്ന് തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സും ചങ്ങരംകുളത്ത് നിന്ന് എരുമപ്പെട്ടിയിലേക്ക് പോവുകയായിരുന്ന കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ ബസ് കാറിൽ ഇടിക്കുകയായിരുന്നു. രാമായണ മാസത്തിന്റെ വിശുദ്ധിക്ക് നിറവേകി പൂങ്കുന്നം പുഷ്പഗിരിയിൽ സംഘടിപ്പിച്ച വിവിധ ഭാഷകളിലുള്ള രാമായണത്തിന്റെ പ്രദർശനം ശ്രദ്ധേയമാകുന്നു. തൃശൂർ സ്വദേശി തയ്യാറാക്കിയ 1 സെന്റിമീറ്റർ വലുപ്പമുള്ള സൂക്ഷ്മരാമായണം മുതൽ ഓലയിൽ എഴുതിയ രാമായണങ്ങളും പനയോലയിൽ ആലേഖനം ചെയ്ത ചിത്രരാമായണവും ഈ വേറിട്ട പ്രദർശനത്തിന് അപൂർവതയും കൗതുകവും പകരുന്നു. കേരള ബ്രാഹ്മണ സഭയും ശ്രീ സീതാരാമസ്വാമി ദേവസ്വവും സംയുക്തമായി സത്സംഗ ഹാളിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, ഉറുദു, സംസ്കൃതം, നേപ്പാളി തുടങ്ങിയ ഭാഷകളിലുള്ള 224 രാമായണങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ലക്ഷ്മണൻ രാവണനെ വധിക്കുന്ന ജൈന രാമായണവും പ്രദർശനത്തിലുണ്ട്. കണ്ണൂർ പേരാവൂർ മണത്തണ സ്വദേശി C. പത്മനാഭന്റെ ശേഖരത്തിലുള്ളവയാണ് ഈ രാമായണങ്ങൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 3000-ലധികം വേർഷൻ രാമായണത്തിനുണ്ടെന്ന് മനസ്സിലായി. അത് മലയാളത്തിലേക്ക് വരുവാണെങ്കിൽ 300 വേർഷൻസ് ഉണ്ട് മലയാളത്തിൽ എന്ന് പറയുന്നു. അപ്പോൾ രാമായണങ്ങൾ കളക്ട് ചെയ്യണം, ആ 300 വേർഷനെങ്കിലും കളക്ട് ചെയ്ത് വെക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തുടങ്ങിയ ഒരു പരിപാടിയാണിത്. ഇപ്പോൾ 227 രാമായണങ്ങൾ എൻ്റെ കൈവശം വന്നിട്ടുണ്ട്. ഒറ്റ ശ്ലോക രാമായണം മുതൽ 100 ശ്ലോകത്തിലും 200 ശ്ലോകത്തിലും 41 ശ്ലോകത്തിലും 4 പേജിലുമായിട്ടുള്ള രാമായണങ്ങളുണ്ട്. വലിയ മഹാരാമായണങ്ങളുണ്ട്, വലിയ പേജിലുള്ള രാമായണങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ രാമായണങ്ങളും കിട്ടാവുന്ന രാമായണങ്ങൾ മുഴുവൻ കളക്ട് ചെയ്തിട്ടാണ് 227 എണ്ണം ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൂടാതെ 272ഓളം രാമായണ ചിത്രങ്ങളും ഒരു 160ഓളം രാമായണത്തിലെ മഹത് വചനങ്ങൾ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസും എൻ്റെ കൈവശമുണ്ട്. അതെല്ലാം തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പ്രദർശനത്തിന്റെ ഉദ്ഘാടനം TS കല്യാണരാമൻ നിർവഹിച്ചു. കോർഡിനേറ്റർ മൂർത്തി, C. പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. ബുധനാഴ്ച രാത്രി 8 വരെ നടക്കുന്ന പ്രദർശനത്തിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. TCV തൃശൂർ. സ്കൂൾ ബസ് ഡ്രൈവർക്ക് ഡ്രൈവിംഗിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അഗ്നിരക്ഷാ സേനയിലെ ഡ്രൈവർ ബസിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് വൻ ദുരന്തം ഒഴിവാക്കി. തൃശൂർ കാൽഡിയൻ സ്കൂൾ ബസിന്റെ ഡ്രൈവർക്കാണ് കുട്ടികളെ കൊണ്ടുപോകുന്നതിനിടെ തൃശൂർ ഫയർ സ്റ്റേഷന് സമീപം വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. കുട്ടികളുടെ ബഹളം കേട്ട് ഓടിവന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രഞ്ജിത്ത് പാപ്പച്ചൻ ബസിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് റോഡരികിലേക്ക് മാറ്റി നിർത്തി. തുടർന്ന് സ്റ്റേഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ കുട്ടികളെ സമാധാനിപ്പിച്ച് ബസ് സ്കൂളിലേക്ക് തിരികെ കൊണ്ടുപോവുകയായിരുന്നു. ശക്തമായ കാറ്റിലും മഴയിലും ഗുരുവായൂരിൽ ഓടിട്ട വീട് തകർന്നു. തമ്പുരാൻപടി വടക്കേപ്പുറയ്ക്കൽ ദേവകിയുടെ വീടാണ് തകർന്നത്. വീടിന്റെ ഓടുകൾ ഇളകുകയും മൺചുമർ നിലംപൊത്തുകയും ചെയ്തു. ദേവകിയും മകൻ നിതീഷും തിരിച്ചെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നത്. അപകടത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് പൂക്കോടിന്റെ നേതൃത്വത്തിൽ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. ജൂനിയർ റെഡ് ക്രോസ് തൃശൂർ ജില്ലാ സമ്മേളനം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ ചേർന്നു. റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് MS അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കോർഡിനേറ്റർ AT ട്വിൻസി അധ്യക്ഷയായിരുന്നു. ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂൾ പ്രധാന അധ്യാപിക KP ബിന്ദുവിനെ ചടങ്ങിൽ ആദരിച്ചു. ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൗൺസിൽ യോഗം രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ DEO രോഹിത് നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. നൂറുൽ അമീൻ, P. ഹരീഷ്, CI തോമസ്, സരിക P. സരിൻ, MM സുമി തുടങ്ങിയവർ സംസാരിച്ചു.
LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU 7ാമത് സംസ്ഥാന സമ്മേളനത്തിന് ഗുരുവായൂരിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി ടൗൺഹാളിൽ നടക്കുന്ന സമ്മേളനം അഖിലേന്ത്യാ സെക്രട്ടറി KN ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് KN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അഖിലേന്ത്യാ പ്രസിഡന്റ് സുർജിത് കുമാർ ബോസ്, ജനറൽ സെക്രട്ടറി PG ദിലീപ്, സ്വാഗത സംഘം ചെയർമാൻ NK അക്ബർ MLA, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AP സാവിത്രി, CITU ഏരിയ സെക്രട്ടറി AS മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ അവിട്ടപ്പള്ളി സ്വദേശിയായ യുവാവ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി സഹായം തേടുന്നു. പുളിക്കൽ വീട്ടിൽ സന്തോഷിന്റെ മകൻ അനന്തുവാണ് കാരുണ്യമതികളുടെ സഹായം തേടുന്നത്. 35 ലക്ഷത്തോളം രൂപ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുമെന്നതിനാൽ ഇത്രയും വലിയ തുക സമാഹരിക്കാനാകാതെ വിഷമിക്കുകയാണ് അനന്തുവിന്റെ കുടുംബം. അനന്തുവിനെ സഹായിക്കാനായി പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ് ചെയർമാനും ശാലിനി ജോയ് കൺവീനറും ബിന്ദു സുരേഷ് ട്രഷററുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായി ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ അനന്തു ചികിത്സാ സഹായ കൂപ്പൺ വിതരണോദ്ഘാടന ചടങ്ങ് അവിട്ടപ്പള്ളിയിൽ പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ബിന്ദു മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു, ശാലിനി ജോയ്, സാമൂഹിക പ്രവർത്തകൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, വിജിത് വർഗീസ്, ബിന്ദു സുരേഷ് എന്നിവർ സംസാരിച്ചു. അനന്തുവിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കനറ ബാങ്കിന്റെ മറ്റത്തൂർ ശാഖയിലെ 110 29 09 49 919 എന്ന അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV കൊടകര. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,215 രൂപ, പവന് 1,05,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുന്നു. തുടർ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. നടപടി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, K രാജൻ MLA ഉൾപ്പെടെയുള്ളവർ നൽകിയ പരാതിയിൽ. ഗുരുവായൂർ ദേവസ്വം കണക്കുകൾ നൽകാത്തതിനാൽ ഓഡിറ്റ് നടപടിക്രമങ്ങൾ ഇരുട്ടിലെന്ന് ഹൈക്കോടതി. ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ ദേവന്റേതാണെന്നും പരാമർശം. സംസ്ഥാനത്തെ വാഹന മോഡിഫിക്കേഷനിൽ വരുത്തേണ്ട മാറ്റങ്ങളിൽ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ പൊതുജനങ്ങൾക്ക് സൗകര്യമൊരുക്കി മോട്ടോർ വാഹന വകുപ്പ്. അഭിപ്രായം അറിയിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഓൺലൈൻ സർവേ തുടങ്ങി. പ്രിയദർശിനി സർവീസുകളിൽ തട്ടിപ്പ് കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ ഉടൻ സസ്പെൻഷൻ നടപടി സ്വീകരിക്കും. ഓർഡിനറി ബസ്സുകൾ പരിശോധിക്കാൻ വിജിലൻസ് സ്ക്വാഡിന് നിർദ്ദേശം നൽകി KSRTC CMD. കോടശ്ശേരി വെട്ടിക്കുഴിയിലെ വീട്ടുപറമ്പിൽ വനപാലകർ ഒരുക്കിയിരുന്ന കെണിക്കൂട്ടിൽ പുലി കുടുങ്ങി. മുഖത്ത് പരിക്കേറ്റ പുലി ചികിത്സയിൽ. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. നഗരസഭാ സെക്രട്ടറി KK മനോജിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വിജിലൻസ് 21.5 ലക്ഷം രൂപ കണ്ടെത്തിയ സംഭവത്തിലായിരുന്നു പ്രതിഷേധം. അനാവശ്യ സമരമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ. തൃക്കൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി ഭവനരഹിതർക്ക് സർക്കാർ അനുവദിച്ച 50ഓളം വീടുകൾ കാട് മൂടി നശിക്കുന്നു. ഇഴജന്തുക്കളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും ശല്യം മൂലം പ്രദേശവാസികൾ ദുരിതത്തിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.